കണ്ണൂരിനെ ആവേശത്തിലാക്കി LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുകയാണ്. PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, വലിയ ജനപങ്കാളിത്തമാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എവിടെയാണ് ഇന്നത്തെ സ്വീകരണ യോഗം സമാപനം? ഇപ്പോൾ വടക്കൻ മേഖലാ ജാഥ ഇന്നത്തെ സമാപന കേന്ദ്രമായ തലശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തലശ്ശേരിയെ ചുവപ്പിച്ചുകൊണ്ടുള്ള ചുവപ്പണിയിച്ചുകൊണ്ടുള്ള വലിയ ഒരു മഹാജനസഞ്ചയത്തിനാണ് ഇപ്പോൾ ഈ തലശ്ശേരി നഗരം സാക്ഷ്യം വഹിച്ചത്. LDFന്റെ CPIന്റെ ഏറ്റവും ശക്തിദുർഗമായ കേന്ദ്രമാണ് തലശ്ശേരി. അതിന്റെ എല്ലാ പാരമ്പര്യവും എല്ലാ മഹിമയും ആവേശോജ്വലമായ സ്വീകരണമാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഥ ക്യാപ്റ്റനെ ആനയിച്ചുകൊണ്ട് തുറന്ന വാഹനത്തിലുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ട് എന്നിട്ട് പോലും ഈ പ്രധാന വേദിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. അത്രയും വലിയ ജനക്കൂട്ടം പാതയുടെ ഇരുവശത്തും ദൃശ്യങ്ങളിലൊക്കെ കാണാം. വിവിധങ്ങളായ കലാരൂപങ്ങൾ മിഴിവേകുന്ന ഘോഷയാത്രയോടെയാണ് ജാഥ ക്യാപ്റ്റനെ വരവേൽക്കുന്നത്. ഈ നഗര വീഥികളുടെ രണ്ട് വശങ്ങളിലും തെങ്ങിറങ്ങി പതിനായിരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. അക്ഷരാർത്ഥ വലിയ ആവേശം LDF പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നിറഞ്ഞ മുഹൂർത്തത്തിലൂടെയാണ് തലശ്ശേരിയിലെ സ്വീകരണ ചടങ്ങ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ മട്ടന്നൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. നമുക്കറിയാം, കണ്ണൂർ ജില്ലയുടെ ഓരോ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. മട്ടന്നൂരിൽ ഇന്നലെ മലയോര മേഖല നിന്നും ജാഥ മട്ടന്നൂരിലേക്ക് എത്തി. രാവിലെ മട്ടന്നൂരിലായിരുന്നു ആദ്യ സ്വീകരണം. രാവിലെ നമുക്കറിയാം നല്ല ചൂടാണ്. ഈ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് അവിടെയും പതിനായിരങ്ങൾ മട്ടന്നൂരും LDFന്റെ വലിയ ശക്തി കേന്ദ്രമാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിക്കുന്ന മണ്ഡലമാണ് മട്ടന്നൂര്. അവിടെയും പതിനായിരങ്ങളാണ് ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ആദ്യ സ്വീകരണം അഴീക്കോടായിരുന്നു. അഴീക്കോട് മണ്ഡലത്തിലും നിറഞ്ഞ ജനാവലി തന്നെ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പിന്നീട് കണ്ണൂർ നഗരത്തിലെ സ്വീകരണം, അവിടെയും ആവേശകരമായ സ്വീകരണമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാഥ തലശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജാഥ ക്യാപ്റ്റൻ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തലശ്ശേരി നഗരം മുഴുവൻ നിറഞ്ഞു കവിയുന്ന രീതിയിലേക്കാണ് LDF പ്രവർത്തകരെ തമ്പടിച്ചിരിക്കുന്നത്. കുട്ടൻ, നാളത്തെ സ്വീകരണ പരിപാടികൾ എങ്ങനെയാണ്? നാളെ ഇന്നിപ്പോൾ ഈ തലശ്ശേരിയിലെ സമാപനത്തിന് ശേഷം നാളെ രാവിലെ പിണറായിൽ ധർമ്മട മണ്ഡലത്തിലെ പിണറായിലാണ് ആദ്യ സ്വീകരണം. മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് നാളത്തെ ആദ്യത്തെ സ്വീകരണം. അവിടെ സ്വീകരണം വലിയ വിജയമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം കൂത്തുപറമ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളും LDFന്റെ ശക്തിദുർഗങ്ങളായ കേന്ദ്രങ്ങളാണ് ധർമ്മടവും കൂത്തുപറമ്പും. ഈ രണ്ട് മണ്ഡലങ്ങളാണ് നാളത്തെ കണ്ണൂർ ജില്ലയിലെ സമാപനം. കൂത്തുപറമ്പിലെ ഈ സ്വീകരണ പരിപാടിയോടുകൂടി ഈ ജാഥ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടുകൂടി വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. നാളെ രാവിലെ ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ ഈ മണ്ഡലത്തിലേക്ക് ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായുള്ള മുഖാമുഖവും സംവാദവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സംവാദമാണ് രാവിലെ നടക്കുന്നത്. ഷർമി, വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിലൂടെ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ തലശ്ശേരിയിലാണ് സ്വീകരണ പരിപാടിയുടെ സമാപനം. കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.